Morning. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലേ? ഓക്കെ. ഇപ്പൊ ഇന്ന് സോളി മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു, പക്ഷെ ഞാനാട്ടോ ഒന്ന് എടുക്കുന്ന ക്ലാസ്. നെക്സ്റ്റ് നമ്മുടെ തേഴ്സ്ഡേ സോളി മിസ് ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വഴിയായിരുന്നു പറഞ്ഞത്? എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് അല്ലേ, സോഴ്സസ് അല്ലേ പറഞ്ഞേ? റിക്രൂട്ട്മെന്റിന്റെ എക്സ്റ്റേണൽ സോഴ്സസ് 3 മെത്തേഡുകൾ പറഞ്ഞു. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, ദെൻ മൂന്നാമത്തെ തേർഡ് പാർട്ടി മെത്തേഡ്. അതുവരെയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തത്? തേർഡ് പാർട്ടി മെത്തേഡ്സ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെറിറ്റ്സ് ആണ്. ഇത് ഏതിന്റെ? മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പോൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസേഷന്റെ, ആ സ്ഥാപനത്തിന്റെ പുറത്തുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അതാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ നമ്മൾ എംപ്ലോയീസിനെ പുറത്തുനിന്ന് സെലക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള മെറിറ്റ്സ് എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഓക്കെ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, വൈഡ് ചോയ്സ്. ഇതാണ് വൈഡ് ചോയ്സ്. ഫസ്റ്റ് പോയിന്റ് ആട്ടോ, വൈഡ് ചോയ്സ്. നോക്കിയേ, ഓർഗനൈസേഷൻ ക്യാൻ ഫ്രീലി ചൂസ് കാൻഡിഡേറ്റ്സ് ഫ്രം എ ഹ്യൂജ് പൂൾ ഓഫ് ആപ്ലിക്കൻസ്. അതായത് ഓർഗനൈസേഷന് പുറത്താകുമ്പോൾ ഇഷ്ടംപോലെ കാൻഡിഡേറ്റ്സ് ഇല്ലേ, ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇല്ലേ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓർഗനൈസേഷന്റെ അകത്ത് നിന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസേ ഉണ്ടാവുള്ളൂ, അതിൽ നിന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത്. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് ആകുമ്പോഴെങ്ങനെയാണ്? നമുക്ക് ആ കാൻഡിഡേറ്റ്സിന് സെലക്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട്. അവിടെ ഒരുപാട് കാൻഡിഡേറ്റ്സിന് ഉണ്ട് അല്ലേ? അതാണ് ഒന്നാമത്തെ പറയുന്ന വൈഡ് ചോയ്സ്, വിശാലമായ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഒരു ഹ്യൂജ് ആളുകളിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. ഓർഗനൈസേഷൻ ക്യാൻ ഫ്രീലി ചൂസ് കാൻഡിഡേറ്റ്സ് ഫ്രം എ ഹ്യൂജ് പൂൾ ഓഫ് ആപ്ലിക്കൻസ്. പൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഒരു കൂട്ടം ആപ്ലിക്കൻസിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപാട് കാൻഡിഡേറ്റ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ട് നമുക്ക് ഓർഗനൈസേഷന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് പോയിന്റ് വൈഡ് ചോയ്സ്, ഒന്നാമത്തെ മെറിറ്റ് ആണ്. രണ്ടാമത്തെ നോക്കിയേ, ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. അപ്പൊ ഇവിടെ എന്താണ്? ഫ്രഷ് ആയിട്ടുള്ള ആളുകളെയാണ് ഓർഗനൈസേഷനിലേക്ക് എടുക്കുന്നത് അല്ലെ? എക്സ്റ്റേണൽ സോഴ്സിലൂടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പുറത്തുനിന്നുള്ള കാൻഡിഡേറ്റ്സ് ആണ്. അവരെ ആ ഒരു സ്ഥാപനത്തിലേക്ക് ഇൻജെക്ട് ചെയ്യുമ്പോൾ, കൊണ്ടുവരുമ്പോൾ എന്താ പറ്റുന്നത് നോക്കിയേ, പീപ്പിൾ വിത്ത് യൂണിക് സ്കിൽ ആൻഡ് നോളജ് ക്യാൻ ബി സെലക്ടഡ് ടു എനർജൈസ് ദ പ്രസന്റ് എംപ്ലോയീസ് ആൻഡ് ഇൻകോർപ്പറേറ്റ് ക്രിയേറ്റീവ് മെത്തേഡ്സ് ഓഫ് വർക്കിംഗ്. അപ്പൊ പുറമേ നിന്നുള്ള എംപ്ലോയീസിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് നല്ല നോളജ്, നല്ല സ്കിൽസ് ഉള്ള എംപ്ലോയീസിനെ കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ ഓർഗനൈസേഷനിൽ നിലവിലുള്ള എംപ്ലോയീസ് ഇല്ലേ, നിലവിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യും? അവരെ കണ്ട് അവരിങ്ങനെ കുറച്ചും കൂടി അറിവും കഴിവും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവരെ കണ്ട് കുറച്ചും കൂടി ഇവിടെ നിലവിലുള്ള എംപ്ലോയീസ് എന്താവും? എനർജറ്റിക് ആവും, അവര് കുറച്ചും കൂടി ആക്റ്റീവ് ആവും. അതുമായിട്ട് പിന്നീട് ആൻഡ് ഇൻകോർപ്പറേറ്റ് ക്രിയേറ്റീവ് മെത്തേഡ്സ് ഓഫ് വർക്കിംഗ്. കണ്ടോ, അവർക്കിടെ ആ മെത്തേഡ്സിൽ കോപ്പറേറ്റ് ചെയ്യും. അതായത് അവരെ കൂടി, അവരെന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് എടുക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി സ്കില്ലും നോളജും ഉള്ളവരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് അല്ലെ? അപ്പൊ അവര് ക്രിയേറ്റീവ് മെത്തേഡ്സുകളിലൂടെയുള്ള വർക്കിങ്ങില് എന്ത് ചെയ്യുന്നു? പ്രസന്റ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? അവരുടെ കൂട്ടത്തില് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു അല്ലെ? അപ്പൊ അതായത് അവരും കൂടി എന്ത് ചെയ്യുന്നു? പുറമെയുള്ള എംപ്ലോയീസിനെ പോലെ ആകും, പുറമെ നിന്ന് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ പോലെ ആകും അല്ലെ? അത്രയും സ്കില്ലും നോളജും ഒക്കെ അവർക്കിടെ കൂടും. അതാണ്.
രണ്ടാമത്തെ മെറിറ്റ് ഫ്രഷ് ആയിട്ടുള്ള ടാലന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പുറത്തുനിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഓർഗനൈസേഷനിൽ നിലവിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യും, അവരെ കാണുമ്പോൾ എന്താ കുറച്ചും കൂടി എനർജറ്റിക് ആവും. അതുപോലെ അവർക്കുടെ ആ ക്രിയേറ്റീവ് മെത്തേഡ് ഓഫ് വർക്കിങ്ങിൽ അവരുടെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യും, സഹകരിച്ച് അവരുമായിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ ആയോ രണ്ടാമത്തെ പോയിന്റ്? ഓക്കെ, ഇനി എന്താണ് മൂന്നാമത്തെ പറയുന്നത്? മോട്ടിവേഷണൽ ഫോഴ്സസ്. അതിനകത്ത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. പീപ്പിൾ വിത്ത് യുണീക് സ്കിൽ ആൻഡ് നോളജ് ക്യാൻ ബി സെലക്ടഡ് ടു ദ എനർജൈസ് ദ പ്രസന്റ് എംപ്ലോയീസ് ആൻഡ് ഇൻകോപ്പറേറ്റ് ക്രിയേറ്റീവ് മെത്തേഡ് ഓഫ് വർക്കിംഗ്. അടുത്ത നോക്കിയേ, മോട്ടിവേഷണൽ ഫോഴ്സ്. Motivational force. Internal employees are encouraged to work hard and to cooperate with the external candidates in search of career growth. A highly competitive environment like this would assist an employee to work to the best of his ability and as he can. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത എന്താണ്, ഈ പുറമേ നിന്നും എംപ്ലോയീസിനെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്താ, അപ്പൊ നിലവിലുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, ഒരു മോട്ടിവേഷൻ കിട്ടും. അവരെ കണ്ട് അവരെ പോലെ ആവാനായിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടൂലേ, ഒരു മോട്ടിവേഷൻ കിട്ടും. അതായത് ഇന്റേണൽ എംപ്ലോയീസ് എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. ടു വർക്ക് ഹാർഡ്, അതായത് അവർ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് കംപ്ലീറ്റ് വിത്ത് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് കരിയർ ഗ്രോത്ത്. അവരുടെ കരിയർ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് ഈ എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, അവര് കോമ്പീറ്റ് ചെയ്യാൻ, അതായത് മത്സരിക്കാൻ തുടങ്ങും. അവര് അങ്ങനെ വരുമ്പോൾ നോക്കിയേ, എ ഹൈലി കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ്, അവിടെ ഒരു കോമ്പറ്റീഷൻ എൻവയോൺമെന്റ് ഉണ്ടാവില്ലേ. ഇപ്പൊ ഞാനിവിടെ എന്നെ പുറത്തുനിന്ന് ഓർഗനൈസേഷനിലേക്ക് എടുത്തേക്കാണ്. അപ്പൊ ഞാൻ അവിടെ നല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി അവിടെ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങള് ഞാനും തമ്മിലൊരു കോമ്പറ്റീഷൻ വരും അല്ലേ. അപ്പൊ ഒരു മോട്ടിവേഷൻ കിട്ടും, നമ്മൾക്ക് അവരെ പോലെ വർക്ക് ചെയ്യണം. അപ്പൊ അവർക്ക് ആ രണ്ട് പ്രസന്റ് കാൻഡിഡേറ്റ്സിന്റെ ഇടയിലും ഇപ്പൊ എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സിന്റെ ഇടയിലും തമ്മിൽ എന്തുണ്ടാവും, ഒരു കോമ്പറ്റീഷൻ എൻവയോൺമെന്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എ ഹൈലി കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് ലൈക്ക് ദിസ് വുഡ് അസിസ്റ്റ് ആൻ എംപ്ലോയി ടു വർക്ക്. അപ്പൊ ആ എംപ്ലോയീസിന് എന്താണ്, അവർക്ക് നല്ല അവരുടെ കഴിവിന്റെ പരമാവധി ആ പ്രസന്റ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, ആ കോമ്പീറ്റ് ചെയ്ത് ജയിക്കണ്ടേ, അല്ലെങ്കിൽ അവരെ പോലെ മോട്ടിവേഷൻ ഇതായിട്ട് അവര് എന്താ പറയാ, ആ വർക്ക് അവരെ പോലെ തന്നെ ചെയ്യാനായിട്ട് അവരുടെ എബിലിറ്റി, അവരുടെ കഴിവിന്റെ മാക്സിമം അവരെന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു അല്ലെ. ഇതുപോലെ അങ്ങനെയുള്ള ഒരു ഹൈലി എൻവയോൺമെന്റ് അവിടെ വരുമ്പോഴത്തേക്കും ആ എംപ്ലോയിക്ക് തന്റെ കഴിവിന്റെ പരമാവധിയിലും അതുപോലെ കഴിയുന്നത്ര നല്ല രീതിയിൽ ബെസ്റ്റ് ആയിട്ടും പ്രവർത്തിക്കാനും പറ്റുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. വർക്ക് ഹാർഡ് ആൻഡ് കോമ്പീറ്റ് വിത്ത് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് കരിയർ ഗ്രോത്ത്. ആ അങ്ങനെയുള്ള ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുന്നു, അവിടെ പ്രസന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് അവരുടെ കഴിവിന്റെ പരമാവധി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ, അത്രയും അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഒരു മോട്ടിവേഷൻ ഫോഴ്സ് കിട്ടും. ഓക്കെ, അടുത്ത നോക്കിയേ, ലോങ് ടേം ബെനിഫിറ്റ്സ്. നാലാമത്തെ മെറിറ്റ് എന്താ, ലോങ് ടേം ബെനിഫിറ്റ്സ്. If competent individual will join the organization, competent individual എന്ന് വെച്ചാൽ നല്ല കഴിവുള്ള ഇൻഡിവിജ്വല് ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എന്താ, they can generate new ideas അല്ലെ. പുറമേ നിന്നുള്ള ഒരു ഒരു കാൻഡിഡേറ്റ്സിനെയാണ് അവര് സെലക്ട് ചെയ്യുന്നത്, ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പുതിയ ഐഡിയ ഉണ്ടാവും. ആ കമ്പനിയിലെ ഓൾറെഡി ഉള്ള എംപ്ലോയീസിനേക്കായും കുറച്ചും കൂടി ചിലപ്പോൾ എന്താ പുതിയ ഐഡിയാസ് വരാം പുറമേ നിന്ന് വരുന്ന ആൾക്ക്. അപ്പൊ എന്ത് പറ്റും, ദിസ് ക്യാൻ ക്രിയേറ്റ് എ കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ. അവിടെ എന്താ, ഒരു കോമ്പറ്റേറ്റീവ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു. വിച്ച് വുഡ് ഫോഴ്സസ് എംപ്ലോയി ടു ഗീവ് ഔട്ട് ദെയർ ബെസ്റ്റ്. അപ്പൊ അവർക്ക് എന്താ, അവർക്ക് എംപ്ലോയീസിന് അവരുടെ കഴിവിന്റെ പരമാവധി അവര് പ്രവർത്തിക്കാനും അവർക്ക് ബെനിഫിറ്റ്, അവർക്ക് അതിൻ്റെതായ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാണ് അല്ലെ. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ആ കമ്പനിയിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്താ പറയാ,
അവര് നല്ലോണം വർക്ക് കൂടുതൽ കിട്ടുമ്പോൾ അവർക്ക് എന്താ, അവർക്ക് ബെനിഫിറ്റ് കിട്ടൂലേ, അല്ലേ? ഏൺ ബെനിഫിറ്റ്, അവർക്ക് ബെനിഫിറ്റ് കിട്ടാനും അവർക്ക് പ്രൊമോഷൻ കിട്ടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. കണ്ടോ? അങ്ങനെ വരുമ്പോൾ അവരുടെ കഴിവിന്റെ പരമാവധി അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് കിട്ടാൻ, പ്രൊമോഷൻ നേടാനൊക്കെ അവർ നിർബന്ധിതരാകും, അല്ലേ? പണ്ട് നമ്മളൊരു ഉഷാറില്ലാതെ ഇരുന്ന എംപ്ലോയീസ് ആണെന്ന് വിചാരിക്കാം, പുറമേ നിന്ന് ഒരു കാൻഡിഡേറ്റ്സ് വരികയാണ്, അല്ലെങ്കിൽ ഒരാൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അയാൾ പുതിയ പുതിയ ഐഡിയ കൊണ്ടുവരുമ്പോൾ അവരെ പോലെ ആകാൻ ഇവിടെയുള്ള എംപ്ലോയീസ് ശ്രമിക്കും, അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? ഇവിടെയുള്ള എംപ്ലോയീസ് കുറച്ചും കൂടി കഴിവ് കൂട്ടി അവരുടെ മാക്സിമം കഴിവ് അവിടെ കാണിക്കും, അല്ലെ? ഓർഗനൈസേഷനിൽ കാണിക്കും. അങ്ങനെ വരുമ്പോഴെന്ത് കിട്ടുന്നു? ആ എംപ്ലോയീസിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നു, അവർക്ക് പ്രൊമോഷൻ നേടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക. ഒരു കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അങ്ങനെ അതിന്റെ ഫലമായിട്ട് അവർക്ക് എന്തൊക്കെ കിട്ടും? അവരുടെ കഴിവിന്റെ പരമാവധി അവർക്ക് ശ്രമിക്കാനും, അല്ലെങ്കിൽ പരമാവധി അവര് വർക്ക് ചെയ്യുകയും അവർക്ക് ബെനിഫിറ്റ് കിട്ടുകയും അവർക്ക് അതിന്റെ പ്രൊമോഷൻസ്, അല്ലെ, പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ 4 കാര്യങ്ങളാണ്. അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. മെറിറ്റ്സില്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ മെറിറ്റ്സില് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ക്ലിയർ ആയില്ല പോയിന്റ്സ് 4 എണ്ണവും? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ നമ്മൾ പറഞ്ഞത് മെറിറ്റ്സ് ആണ്. ഇനി അതിന്റെ വല്ല ദോഷങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ? ഡിമെറിറ്റ്സ്, അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അതിന്റെ ദോഷങ്ങൾ, ഡിമെറിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കി. എക്സ്പെൻസീവ്, ഇത് എക്സ്പെൻസീവ് അല്ലേ, അല്ലേ? എക്സ്പെൻസീവ് എന്താ പറയാ, അത് കുറച്ച് ചെലവേറിയ കാര്യല്ലേ, അല്ലെ? ഓർഗനൈസേഷന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അധികം ചെലവൊന്നും വേണ്ട, അല്ലെ? അഡ്വർടൈസ്മെന്റ് കൊടുക്കണ്ട, അതോ സ്ക്രീനിങ്, ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ പുറമേ നിന്നുള്ള റിക്രൂട്ട്മെന്റിന് നമ്മൾ ഒരു സോഴ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൂടുതലാവും. അതാണ് ഒന്നാമത്തെ ഡിമെറിറ്റ് കേട്ടോ. എക്സ്പെൻസ്. യൂസിങ് വേരിയസ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് നോട്ട് ഈസി വർക്ക്. കണ്ടോ? റിക്രൂട്ട്മെന്റിന്റെ പല സോഴ്സുകള്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല, അല്ലേ? ഓർഗനൈസേഷന് ഉള്ളിലുള്ളതാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വല്ല സീനിയോറിറ്റി ഒക്കെ നോക്കിയിട്ട് ആ ജോബ് പ്രൊമോഷൻ കൊടുത്ത് ആ വേക്കൻസി ഫില്ല് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മള് അങ്ങനെയല്ല. എക്സ്റ്റേണൽ സോഴ്സ് ആകുമ്പോൾ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ കുറെ പൈസയൊക്കെ കൂടുതലാവും. അതെന്ന് പറഞ്ഞാൽ അത് കുറെ സമയമൊക്കെ വേണ്ടി വരൂലേ? അതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഹിയറിംഗ് കോസ്റ്റ് മേ ഇൻക്രീസ് സിഗ്നിഫിക്കന്റ്ലി, അല്ലെ? അപ്പൊ അത് അവരെ കണ്ടുപിടിക്കാനുള്ള ആ നിയമന ചിലവ്, ഹിയറിംഗ് കോസ്റ്റ് എങ്ങനെയാണ്? ഇൻക്രീസ്, കൂടും, അല്ലെ? അപ്പൊ എക്സ്പെൻസ് കൂടും, അതായത് ആ ഹിയറിംഗ് കോസ്റ്റ്, അവരെ നിയമിക്കാനുള്ള ചെലവ് കൂടും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ കേട്ടോ. യൂസിങ് വേരിയസ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് നോട്ട് ഈസി വർക്ക്. രണ്ടാമത്തെ നോക്കിയേ, ടൈം കൺസ്യൂമിങ്. ഇനി എന്താ നമ്മൾ പറഞ്ഞില്ലേ, കുറെ സമയം എടുക്കൂലേ? സമയം കൂടുതൽ എടുക്കൂലേ? അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അയാളെ ആ ഒരു പൊസിഷനിലേക്ക് മാറ്റി വേഗം സെലക്ട് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റുമോ? അല്ലെ? കുറെ സമയം കൂടുതൽ എടുക്കും. അതാണ് രണ്ടാമത്തെ ഒരു ഡിമെറിറ്റ്സ് പറയുന്നത്. ടൈം കൺസ്യൂമിങ് ആണ്. നോക്കിയേ, അഡ്വർടൈസ്മെന്റ്, സ്ക്രീനിങ്, testing and selecting the right employee is a time consuming process. ഇതെന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, പിന്നെ സ്ക്രീനിങ്, അവരെ ടെസ്റ്റ് ചെയ്യുന്നത്, സെലക്ടിങ്, ശരിയായിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ്. ടൈം കൂടുതൽ വരുന്ന പ്രോസസ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ അത്?
Yes. അപ്പൊ നോക്കിയേ, the whole procedure needed to be repeated if the right candidate is not found. ഇനി അപ്പൊ നമ്മൾ അങ്ങനെ നടത്തുമ്പോൾ അപ്പൊ അത്രയും സമയമൊക്കെ എടുത്ത് ചെലവൊക്കെ വന്ന് നമ്മൾ അങ്ങനെ ആ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്രൊസീജിയർ വീണ്ടും നടത്തണ്ടേ, അല്ലേ? വീണ്ടും റിക്രൂട്ട്മെന്റ് ആ പ്രൊസീജിയർ വേറെ ദിവസം വീണ്ടും നടത്തണ്ടേ? ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നടത്തി, നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞ റിക്രൂട്ടിംഗ് ആ പ്രോസസ്സ് നമ്മൾ നടത്തിയതാണ്. പക്ഷെ അന്നേരം നമുക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്താ പറ്റുക? ആ പ്രൊസീജിയർ വീണ്ടും നടത്തണ്ടേ വേറൊരു ദിവസത്തേക്ക്, അല്ലെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വീണ്ടും കണ്ടക്ട് ചെയ്യേണ്ടി വരൂലേ, അല്ലേ? ഓക്കെ, അതാ പറഞ്ഞേക്കണേ കേട്ടോ. The whole procedure needs to be repeated. എപ്പോഴാ? If the right candidate is not found. Underline ചെയ്തോട്ടെ ആ സെന്റൻസ് കൂടി. ആ ശരിയായ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തിയില്ലെങ്കിൽ ആ പ്രൊസീജിയർ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയ മൂന്നാമത്തെ, demotivating. Employees who have given a lot of time in service may oppose the process of recruiting vacancy from outside the organization. Okay, present employees, ഇപ്പൊ നിലവിലുള്ള എംപ്ലോയീസ്, അതായത് കുറെ വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആ സർവീസിൽ കുറെ സമയങ്ങളായിട്ട് നിൽക്കുന്ന ആ ഇപ്പൊ നിലവിലുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യും? ഒപ്പോസ് എന്ന് വെച്ചാൽ എതിർക്കുക. ഒപ്പോസ്, അവര് ആ പ്രോസസ് ഓഫ് റിക്രൂട്ടിംഗ് പ്രോസസ്സിനെ അവര് എതിർക്കൂലേ? റിക്രൂട്ടിംഗ് വേക്കൻസി ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഇപ്പൊ നമ്മുടെ ഒരു ഇതാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മളോട് പറയാണ് പുറമേ നിന്ന് നമ്മുടെ ഇതിലേക്ക് ഒരാളെ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ജോലിക്ക് ചെയ്യുന്നവർ ഒപ്പോസ് ചെയ്യൂലേ? അവർക്ക് തോന്നൂലേ ഞങ്ങൾ ഇത്രയും വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾ ഇത്രയും സീനിയോറിറ്റി നമുക്കുള്ളതാണ്, പിന്നെ പുറമേ നിന്ന് എംപ്ലോയീസിനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അവർക്ക് തോന്നല് വരൂലേ നിലവിലെ പ്രസന്റ് എംപ്ലോയീസിന്, അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യും? അങ്ങനെയുള്ള എന്താ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവര് ഒപ്പോസ് ചെയ്യും, അവര് എതിർക്കും, അതിനെ എതിർക്കാൻ നോക്കും. റിക്രൂട്ടിംഗ് വേക്കൻസി ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന് പുറത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ റിക്രൂട്ടിംഗ് പ്രോസസ്സിനെ അവര് എതിർക്കും. They feel their service has not been valued by the organization, demotivate them. അപ്പൊ അവർക്ക് എന്താ മനസ്സിൽ വരിക? സ്വാഭാവികമായിട്ട് എന്താ അവർക്ക് മനസ്സിൽ വരുന്നത്? അവരുടെ സർവീസിന് വാല്യൂ കൊടുക്കുന്നില്ല എന്നല്ലേ, അല്ലേ? ആ ഓർഗനൈസേഷൻ അവരുടെ സർവീസിന് മൂല്യം കൽപ്പിക്കുന്നില്ല, വില കൊടുക്കുന്നില്ല. അതുകൊണ്ട് അപ്പൊ അവരെന്ത് ചെയ്യും? ഡീമോട്ടിവേറ്റ് ചെയ്യിക്കും, അല്ലെ? അവർക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന തോന്നല് അവരെന്ത് ചെയ്യുന്നു? നിരുത്സാഹപ്പെടുത്തും, ഡീമോട്ടിവേറ്റ് ചെയ്യും. നമുക്ക് തോന്നൂലേ? നമുക്ക് തോന്നോ? നിങ്ങൾക്ക് തോന്നോ? ആൻസിക്ക് തോന്നോ? ജിമ്മിക്ക് തോന്നോ? പ്രീതിക്കൊക്കെ തോന്നോ അങ്ങനെ, അല്ലെ? നമ്മൾ ഇത്രയും കഴിവുള്ളവര് ഇവിടെ ഉണ്ട്, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മള്. അപ്പൊ നമ്മളെ പരിഗണിക്കാതെ പുറത്തു നിന്നൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അതിനൊരു എതിർപ്പുണ്ടാകും, അല്ലെ? അപ്പൊ നമ്മളെ ഇതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മളെ നിരുത്സാഹപ്പെടുത്തും. നോക്കിയേ, ആൻഡ് ദേ സ്റ്റാർട്ട് ലൂസിങ് ഇൻട്രസ്റ്റ് ഇൻ പെർഫോമിംഗ് ദ ജോബ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ജോലിയിലുള്ള താല്പര്യം നഷ്ടപ്പെടൂലേ? നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തോണ്ടാ, പക്ഷെ നമ്മളെ കൺസിഡർ ചെയ്യാതെ വേറെ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ജോലിയിൽ പിന്നെ ആ ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ ആ ജോലിയിൽ പഴയ പോലെ അത്രയും ഒരു ആക്റ്റീവ് ആവുമോ നമ്മള്? പിന്നെ നമ്മളൊന്ന് പതുക്കെ സ്ലോ ആവൂലേ, അല്ലെ? എന്ന് വെച്ചാൽ നമ്മളെ പരിഗണിക്കുന്നില്ല, അപ്പൊ പരിഗണിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഒരുപാട് അവിടെ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്താലും കാര്യമില്ല. അവർ പുറമേ നിന്നുള്ള എംപ്ലോയീസിനെയാണ് വീണ്ടും സെലക്ട് ചെയ്തേക്കുന്നത്, നമുക്ക് ആ ഒരു പൊസിഷൻ തരാറും. അപ്പൊ എന്താ പറ്റുന്നത്? ജോലി നിർവഹിക്കുന്നതിന് താല്പര്യം നഷ്ടപ്പെടാൻ തുടങ്ങും എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ആൻഡ് സ്റ്റാർട്ടിങ് ലോസിങ് ഇൻട്രസ്റ്റ് ഇൻ പെർഫോമിംഗ് ദ ജോബ്. ഓക്കെ, ഡീമോട്ടിവേറ്റിംഗ്. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. അടുത്തതാണ് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം. അൺസർട്ടനിറ്റി.
there is uncertainty that the organization will able to hear the right candidates. അതായത് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കാനായിട്ടുള്ള ഓർഗനൈസേഷന്റെ കഴിവ് അതിന് അനിശ്ചിതത്വം സംഭവിക്കും. അതായത് നോക്കിയേ, ഇറ്റ് മേ എൻഡ് അപ്പ്. അപ്പൊ അങ്ങനെ ശരിയായിട്ട് അവർക്ക് ആ കറക്റ്റ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, ഇറ്റ് മേ എൻഡ് അപ്പ് ഹിയറിംഗ് അൺസ്യൂട്ടബിൾ. അൺസ്യൂട്ടബിൾ എന്നൊക്കെ സ്യൂട്ട് അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ കണ്ടോ, who may not be able to adjust into the new settings. അങ്ങനെ വരുമ്പോഴോ എന്താ വരുന്നേ അല്ലെ, ആ ഒരു പുതിയ ഒരു സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതിലേക്ക് ഇത് നയിക്കും. ഉണ്ടോ? ഇപ്പൊ നമ്മളൊരു ഇത് റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തി, അതിന്റെ എത്ര 10 ആപ്ലിക്കൻസേ തന്നുള്ളൂ. അതിൽ 10 പേർക്കും അത്രയ്ക്കുള്ള ആ കറക്റ്റ് ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാതെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യാൻ നിർബന്ധിതമാകൂലേ അല്ലേ? അത് എന്തായാലും അങ്ങനെ ആ 10 പേരെ ആകെ നിന്നോളൂ. അതില് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് നിയമിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റുന്നു, ആ ഒരു അല്ലെങ്കിൽ ആ ഒരു പുതിയ സാഹചര്യങ്ങൾ, ഒരു ന്യൂ സെറ്റിംഗ്സ്, ആ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കാനായിട്ട് എന്തുവരും, അതിലേക്ക് അവരെ ഫോഴ്സ് ചെയ്യൂലേ അല്ലെ? ആ ഒരു സാഹചര്യത്തിലേക്ക് അവരെ നയിക്കും. അങ്ങനെ 4 എണ്ണമാണ് ഡീമെറിറ്റ്സ് പറയുന്നത് കേട്ടോ. എക്സ്പെൻസീവ് ആണ്, ധാരാളം ടൈം കൺസ്യൂം ചെയ്യും, പിന്നെ പ്രസന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഡീമോട്ടിവേറ്റ് ചെയ്യും, നിരുത്സാഹപ്പെടുത്തുന്നു, പിന്നെ അൺസർട്ടനിറ്റി, ഇതിനൊരു അനിശ്ചിതത്വം ഉണ്ടാകുന്നു. അതായത് എന്താണ്, അങ്ങനെ ഒരു ഇത് വരുമ്പോൾ, റൈറ്റ് കാൻഡിഡേറ്റ്സിനെ ഹിയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഹിയറിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കാൻ വരാതെ ആ ഒരു കറക്റ്റ് ആയിട്ട് അവരെ കിട്ടിയില്ലെങ്കിൽ, അനുയോജ്യമായി അല്ലാത്ത അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചിലപ്പോൾ നിയമിക്കാനായിട്ട് അവരെ ബാധ്യസ്ഥരായിരിക്കും. ഓക്കെ, പോയിന്റ്സ് ക്ലിയർ അല്ലേ? 4 എണ്ണോ? ഓക്കെ, ഇനി അടുത്ത് നോക്കി, എന്താണ് ഈ റിക്രൂട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്താണ്? റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യം എന്താണ് നോക്കി. ഫസ്റ്റ് പോയിന്റ്, ഡിറ്റർമിൻസ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. എന്താ ഡിറ്റർമിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ, നിർണയിക്കുക. എന്താ നിർണയിക്കുന്നത്? പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. ഇപ്പൊ പ്രസന്റ് ആയിട്ടുള്ള, ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള ആവശ്യകതകൾ നിർണയിക്കുന്നു. അതായത് നോക്കിയേ, ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫൈയിങ് ആൻഡ് പ്രിപ്പയറിംഗ് പൊട്ടൻഷ്യൽ ജോബ് ആപ്ലിക്കൻസ് ഫോർ ഹയർ ജോബ് പൊസിഷൻ. ഇതിനകത്ത് എന്താ ഉൾപ്പെടുന്നേ? ഐഡന്റിഫൈയിങ് തിരിച്ചറിയുക, ആൻഡ് പ്രിപ്പയറിംഗ് തയ്യാറാക്കുക. ആരെ? പൊട്ടൻഷ്യൽ ജോബ് ആപ്ലിക്കൻസ്. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ കഴിവുള്ള, ഉയർന്ന ഒരു ജോബ് പൊസിഷനിലേക്കായിട്ട്, ഹയർ ജോബ് പൊസിഷനിലേക്കായിട്ട് കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ തയ്യാറാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ഉയർന്ന ജോബ് പൊസിഷനിലേക്ക് ഏതാണ് കഴിവുള്ള പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുള്ള ആപ്ലിക്കൻസിനെ, ജോബ് ആപ്ലിക്കൻസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ പ്രിപ്പയർ ചെയ്യുകയും തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ഫോർ എവറി ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷനും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ടു ഫൈൻഡ് ഔട്ട് എക്സൈറ്റിംഗ് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. എക്സിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നിലവിലുള്ള, അതുപോലെ തന്നെ ഫ്യൂച്ചർ നീഡ്സ്, ആ ഭാവിയിലേക്കുള്ള ആവശ്യകത ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് പെർ ദ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആൻഡ് ജോബ് ഇവാലുവേഷൻ ടാസ്ക്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, മാൻ പവർ പ്ലാനിങ്ങിലൂടെയും ജോബ് ഇവാലുവേഷൻ ടാസ്കുകൾ എന്നിവ അനുസരിച്ച് ഓരോ ഓർഗനൈസേഷനും അവിടെ നിലവിലുള്ളതും
ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആവശ്യങ്ങള് കണ്ടെത്തുന്നത് പ്രാധാന്യമാണ്. അതായത് എംപ്ലോയീസിനെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം മുതൽ പഠിച്ചതാണ് അല്ലെ. ഇപ്പത്തെ ഇത് മാത്രം നോക്കിയാൽ പോരാ, ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്, ഫ്യൂച്ചറിൽ ആ ഓർഗനൈസേഷനിലേക്ക് വേണ്ട എന്തൊക്കെ ആവശ്യകതകളാണ് അതും കൂടി ഫില്ല് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിനെ ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഫ്യൂച്ചറും കൂടി നോക്കണം. ഉണ്ടോ? എക്സിറ്റിംഗ്, അതായത് ഇവിടെ നിലവിലുള്ളത് ഫ്യൂച്ചർ നീഡ്സും as per the human resource planning and job evaluation task. രണ്ടാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കി വെച്ചോട്ടോ. It involves എന്തൊക്കെയാ പറയുന്നത്? ഐഡന്റിഫൈങ് ആൻഡ് പ്രിപ്പയറിംഗ് പൊട്ടൻഷ്യൽ ജോബ് ആപ്ലിക്കൻസ് ഫോർ ഹയർ ജോബ് പൊസിഷൻ. ഇനി അടുത്ത് നോക്കിയേ, ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് ആപ്ലിക്കന്റ് പൂൾ. പൂൾ എന്ന് പറഞ്ഞ എന്താ? ഗ്രൂപ്പ്, ഒരു കൂട്ടം ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ആപ്ലിക്കൻസിന്റെ ആ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. Recruitment develop a pool of talented candidates to facilitate the selection of the most suitable candidates for the organization. അല്ലെ, ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ അവിടെ ഒത്തിരി ടാലന്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ കാൻഡിഡേറ്റ്സ് അല്ല അല്ലെ, ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട് അല്ലെ. അതിൽ നിന്നാണ്, അതായത് റിക്രൂട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് ഓഫ് ടാലന്റഡ് കാൻഡിഡേറ്റ്സ്. അതാണ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒരു പൂള് സൃഷ്ടിക്കുക ചെയ്യുന്നത്. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഒരു ടാലന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഒരു ഗ്രൂപ്പ്, ഒരു പൂള് അവിടെ ഉണ്ടാവുകയാണ്. ഓർഗനൈസേഷനിലേക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള, അതിന് നമ്മൾ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ആളുകളെയല്ലേ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലെ. ആ ഒരു ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. അപ്പൊ ഓർഗനൈസേഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിനെ തിരഞ്ഞെടുക്കുന്നത് റിക്രൂട്ട്മെന്റ് എന്താണ്? ടാലന്റഡ് കാൻഡിഡേറ്റ്സിന്റെ ഒരു കൂട്ടം, ഒരു പൂള് അവിടെ സൃഷ്ടിക്കുന്നു. It helps to gather an appropriate number of acceptable applicants for each job position. അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? നമുക്ക് ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ശേഖരിക്കുക. ഗ്യാദർ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ ശേഖരിക്കാൻ, ആ ഓരോ ജോബ് പൊസിഷനിലേക്കും അനുയോജ്യമായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് അതിന്റെ എണ്ണം അതിന് നമുക്ക് ശേഖരിക്കാൻ ഹെൽപ്പ് ചെയ്യൂലേ. ഇപ്പൊ നമുക്കൊരു 100 എംപ്ലോയീസിന് നമ്മൾ ആ ഒരു പൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. കാൻഡിഡേറ്റ്സിന്, ടാലന്റഡ് കാൻഡിഡേറ്റ്സിന്റെ ഒരു ഗ്രൂപ്പ് 100 പേരുണ്ട്. അതിൽ നിന്ന് നമുക്ക് 10 പേരെയാണ് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള, മോസ്റ്റ് സ്യൂട്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്തോളൂ. അപ്പൊ എന്താ, അങ്ങനെ കുറെ പേരുണ്ടെങ്കിലല്ലേ നമുക്ക് അതിൽ നിന്ന് ഏറ്റവും നല്ല ആളുകളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ 10 പേരുണ്ട്, 10 വേക്കൻസിയിൽ 10 പേരെ ആപ്ലിക്കന്റ് ഉള്ളൂങ്കിൽ അവർക്ക് ചിലപ്പോൾ കഴിവുണ്ടാവാം, കഴിവില്ലാതിരിക്കാം, കഴിവ് കുറഞ്ഞവരായിരിക്കാം. എങ്കിലും 10 പോസ്റ്റിലേക്കും ആ 10 പേരെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? അല്ലേ? അപ്പൊ അത് എന്തിനു സഹായിക്കുന്നു? നമുക്ക് അങ്ങനെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട്, അവരെ ഗ്യാദർ ചെയ്യാൻ, ശേഖരിക്കാനായിട്ട് അപ്രോപ്രിയേറ്റ് അനുയോജ്യമായിട്ടുള്ള നമ്പറിലുള്ള കാൻഡിഡേറ്റ്സിനെ, ആ ഓരോ ജോബ് പൊസിഷനിലേക്കുമുള്ള കാൻഡിഡേറ്റ്സിനെ സ്വീകരിക്കാൻ ഹെൽപ്പ് ചെയ്യും ആ ആപ്ലിക്കന്റ് പൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെ? അറ്റ് മിനിമം കോസ്റ്റ്, കുറഞ്ഞ ചെലവില് ഓരോ ജോബ് പൊസിഷനും സ്വീകാര്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതിന്റെ നമ്പർ ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നു. It has been observed that the worth എന്ന് പറഞ്ഞ മൂല്യമാണ് കേട്ടോ. Observe that. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ, ഒരു പൂള് സൃഷ്ടിക്കുന്നു എന്നുള്ളത്. It has been observed that the worth of selection to an organization rises with the increase in the pool of potential candidates. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ? It has been observed that. അപ്പൊ ആ സെലക്ഷന്റെ മൂല്യം കൂടൂലേ?
Birth of selection, okay, to the organization rises, ഉയരും. എങ്ങനെ? With the increase in the pool of potential candidates. അതായത് പൊട്ടൻഷ്യൽ, അതിന് കഴിവുള്ള കാൻഡിഡേറ്റ്സിന്റെ ആ ഗ്രൂപ്പ് കൂടുന്തോറും ആ സെലക്ഷന്റെ മൂല്യം വർദ്ധിക്കൂലേ? അതായത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമുക്കിടെ ഒരു ഓർഗനൈസേഷൻ ആണ്, അതിലേക്ക് നമുക്കൊരു 50 പേര് മതി, 50 കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ അവിടെ ഒരു എന്താ പറയാ, ഒരു 500 കാൻഡിഡേറ്റ്സ് ടാലന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കിയേ, ആ 500 പേരിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള 50 പേരെ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ? അപ്പൊ എന്താ, സെലക്ഷൻ പ്രോസസ്സിന്റെ മൂല്യം കൂടൂലേ? അല്ലെ? 500 പേരിൽ എന്ന് പറഞ്ഞ് നമ്മൾ 50 പേരെ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോ ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള ഒരു 50 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പൊ സെലക്ഷൻ പ്രോസസ്സിന്റെ മൂല്യം കൂടൂലേ? ഇനി നോക്കിയേ, 50 വേക്കൻസി ഉള്ളത്, അതിനകത്ത് ആകെ 100 പേര് ആണ് ടാലന്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ഉള്ളെങ്കിൽ നമുക്ക് ആ 100 പേരിൽ നിന്നായിരിക്കും 50 പേരെ സെലക്ട് ചെയ്യേണ്ടി വരിക അല്ലെ? അപ്പൊ അതിന്റെ മൂല്യം കുറയും. അപ്പൊ 50 പേരെ നമ്മൾ 100 പേരിൽ നിന്ന് 50 പേരെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോ കുറച്ച് എബിലിറ്റി കുറവുള്ളവരൊക്കെ ഉള്ള ആളുകളും ചിലപ്പോ അതിനകത്ത് ഉൾപ്പെടാം. അപ്പൊ സെലക്ഷൻ പ്രോസസ്സിന് മൂല്യം കൂടുന്നെങ്കിൽ എന്താണ്, പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന്റെ അല്ലെങ്കിൽ ആ കൂട് കൂടണം അല്ലെ? ആ ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സ് കൂടിയാലേ നമുക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ 1000 പേരിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി നല്ല കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാകട്ടോ നിങ്ങൾക്ക് പറയണേ? ക്ലിയർ ആയി പോകുന്നുണ്ടോ കാര്യങ്ങൾ പറയണത്? ഓക്കെ. അപ്പൊ എന്താ പറയുന്നത് അവിടെ? സെലക്ഷൻ പ്രോസസ്സിന്റെ മൂല്യം കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന്റെ ആ പൂള്, ആ ഗ്രൂപ്പ് കൂടണം. മനസ്സിലായോ? കുറെ പേരിന് സെലക്ട് ചെയ്യുന്നതായിരിക്കും ആ സെലക്ഷൻ പ്രോസസ്സിന്റെ മൂല്യം കൂടാൻ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. The worth of selection to the organization rises with the increase in the pool of potential candidates. Potential candidates in the pool അല്ലെങ്കിൽ അവരുടെ എണ്ണം കൂടുന്നത് ആ സെലക്ഷൻ പ്രോസസ്സിന്റെ മൂല്യം കൂടും. ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇതൊക്കെ ഇങ്ങനെ വായിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാട്ടോ. ഇത് റിപ്പീറ്റ് ചെയ്തൊക്കെ ഒന്ന് വായിച്ചു വെക്കണം നിങ്ങൾ. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി, അടുത്ത അതിന്റെ ഒപ്പം തന്നെ നോക്കിയേ. ഇൻ ഫാക്ട്, ഇനി യാദൃശ്യമായിട്ട് നമ്മൾ പറയുകയാണ്, എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് ആപ്ലിക്കൻസ് ഇൻഡിക്കേറ്റ് ദാറ്റ് there are more suitable applicants available for the vacant job position. അതല്ലേ മനസ്സിലാക്കുന്നത് അല്ലേ? ഒരു വലിയ കൂട്ടം ക്വാളിഫൈഡ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്തത്? അവിടെ കുറെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസ് ഉണ്ട്, അവൈലബിൾ ആണ് അല്ലെ? 1000 പേര് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് 50 പേര് സെലക്ട് ചെയ്താൽ മതിയില്ലല്ലോ. അപ്പൊ ഇതെന്താ പറയുന്നത്? കുറെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസ് അവിടെ അവൈലബിൾ ആണ്. എന്തിനു വേണ്ടി? ഫോർ ദ വേക്കന്റ് ജോബ് പൊസിഷൻ. ആ വേക്കന്റ് ആയിട്ടുള്ള ജോബ് പൊസിഷനിലേക്ക് വേണ്ടി കുറെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസ് അവിടെ ഉണ്ട്. അതാണ് കാണിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. A large group of candidates എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കാം കേട്ടോ. A large group of candidates qualified applicants indicate എന്താണ്? കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. അതാണ് കാണിക്കുന്നത്. A selection program therefore has an excellent possibility. A selection program എന്തുണ്ട്? ഒരു എക്സലന്റ്, മികവുറ്റ ഒരു സാധ്യതയുണ്ട്. എന്തിന്? Recognizing only well qualified individual. അല്ലെ? എന്തുണ്ട്? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അതായത് യോഗ്യതയുള്ള വ്യക്തികളെ മാത്രം അംഗീകരിക്കാം. അല്ലേ? അതിനുള്ള ഒരു സാധ്യതയുണ്ട് സെലക്ഷൻ പ്രോഗ്രാമിന്. അതിനല്ലേ സെലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ എത്ര പേരുണ്ട്? 24 പേരുണ്ട്. അതില് ഒരു 5 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ്? വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ ആയിരിക്കും അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. സെലക്ഷൻ പ്രോഗ്രാം therefore has an excellent possibility. മികവുറ്റ സാധ്യതയുണ്ട്. എന്തിന്? Recognizing, തിരിച്ചറിയുക. എന്തിന് തിരിച്ചറിയുക? Only well qualified individual. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള മികവുറ്റ സാധ്യതയുണ്ട് സെലക്ഷൻ പ്രോഗ്രാമിന്.
On other hand, മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, if the recruitment program attract a smaller number of applicants in comparison to the number of available positions, then a situation of repeating the entire recruitment process may occur. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിലോ, if the recruitment program attract a smaller number of, ഇപ്പൊ recruitment പ്രോഗ്രാമിന് കുറച്ച് കാൻഡിഡേറ്റ്സ് ഉള്ളൂ, സ്മോളർ നമ്പർ ഓഫ് ആപ്ലിക്കൻസേ ഉള്ളൂ. അതായത് അവൈലബിൾ ആയിട്ടുള്ള പൊസിഷനിൽ വെച്ച് നോക്കുമ്പോഴും 10 ജോബ് വേക്കൻസിയിലേക്ക് ആകെ 20 പേരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലോ എന്താ, then a situation of repeating the entire recruitment process may occur. അപ്പൊ നമുക്ക് ഒട്ടും ചാലഞ്ച് അല്ല, അല്ലെങ്കിൽ ആ ഒരു ജോബ് പൊസിഷനിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ആകെ അവര് 5 പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ 5 പേരെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തേണ്ടി വരൂലേ? ഇനി ഒരു 5 പേരെ കൂടി നമുക്ക് വേണ്ടേ? 10 പേരെയല്ലേ നമുക്ക് ആകെ വേണ്ടത്. ആ 20 പേരിൽ ആകെ 5 പേരെ നമ്മൾ ഏത് രീതിയിൽ നോക്കിയാലും സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആ സ്മോളർ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ആണെങ്കിൽ എന്ത് വരും? ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? എന്റർ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ എന്ത് ചെയ്യേണ്ടി വരും? റിപ്പീറ്റ് ചെയ്യേണ്ടി വരൂലേ? അല്ലേ? ആവർത്തിക്കേണ്ടി വരൂല്ലേ? വീണ്ടും ആ റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തണം. ഇനിയും 5 പേരെയും കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Recruitment program attract a smaller number of applicants. അത് നമ്മൾ ആ ജോബ് പൊസിഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആപ്ലിക്കൻസ് നമ്പർ സ്മോൾ ആണെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത് നോക്കിയേ, ഇൻക്രീസ് സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. ഇൻക്രീസ് സക്സസ് റേറ്റ്. ഇൻക്രീസ് സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. സെലക്ഷന്റെ ആ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക. അതൊരു ഇമ്പോർട്ടൻസ് ആണ്. നോക്കിയേ, ബൈ ലോവറിംഗ് ദ പെർസെന്റേജ് ഓഫ് ആപ്ലിക്കൻസ് ഹു ആർ ഐദർ ലെസ് ക്വാളിഫൈഡ് ഓർ ഹു ഹാവ് അൺഡിസൈർഡ്. KSA എന്ന് പറഞ്ഞാൽ നോളജ്, സ്കില്ല്, എബിലിറ്റി. നോളജ്, സ്കിൽ, എബിലിറ്റി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. നോളജ്, സ്കിൽ, എബിലിറ്റി. For the recruiting organization, recruitment increases the success rate of the selection process. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അതായത് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആട്ടോ, പെർസെന്റേജ് ഓഫ് ആപ്ലിക്കൻസിന്റെ ആ ശതമാനം, അതായത് കുറച്ച് ക്വാളിഫൈഡ്, ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന്റെ ആ കുറവ് ശതമാനം, അല്ലെങ്കിൽ എന്താണ് അൺഡിസൈർഡ് നോളജോ, അതിനാവശ്യമുള്ള ആ ജോബ് പൊസിഷനിലേക്ക് ആവശ്യമുള്ള നോളജോ, സ്കില്ലോ അല്ലെങ്കിൽ എബിലിറ്റി ഒന്നും ഇല്ലാത്ത ആ ഒരു ഇതാണെങ്കിൽ അത് അങ്ങനെയുള്ളത് എന്താ പറയുന്നത്? For the recruiting organization, recruitment increases the success rate of the selection process. കണ്ടോ? അങ്ങനെ വരുവാണെങ്കിൽ എന്ത് പറ്റും? ആ സെലക്ഷൻ പ്രോസസിന്റെ സക്സസ് വർദ്ധിക്കൂലേ? അതായത് എല്ലാവരും നല്ല ബ്രില്യന്റ് ആയിട്ടുള്ളവരാണ്, ഇങ്ങനെ ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളില്ല. അപ്പൊ ആ സെലക്ഷൻ പ്രോസസ് സക്സസ് ആവോ? ആലോചിച്ച് നോക്കിയേ. എല്ലാവരും ബ്രില്യന്റ് ആയിട്ടുള്ള ടാലന്റാ, ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആരും തന്നെ ഇല്ല. അങ്ങനെ വരുമ്പോൾ സെലക്ഷൻ പ്രോസസ് സക്സസ് അല്ലേ? ഒറ്റയടിക്ക് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റൂലേ? അല്ലേ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസൈർഡ് ആയിട്ടുള്ള ആ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവിടെ എന്താണ്, അങ്ങനെ അവർക്കുടെ എണ്ണം പെർസെന്റേജ് കുറവാണെങ്കിൽ, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന്റെ പെർസെന്റേജ് കുറവാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെന്റ് ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് ദ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസിന്റെ സക്സസ് റേറ്റ് കൂടും, ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ. ഓക്കെ. സ്റ്റാഫ് ടൈം. നോക്കിയേ, ടൈം, മെറ്റീരിയൽസ് ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആർ നീഡഡ് ബൈ ദിസ് കൈൻഡ്സ് ഓഫ് പ്രോസസിംഗ്. അവിടെ എന്ത് വേണം? അല്ലേ? നോക്കിയേ, സ്റ്റാഫ്, കുറെ സ്റ്റാഫുകൾ വേണം. Time, material and physical, അവിടെയുള്ള physical facility are needed by this kind of process. Okay, if the recruitment program bring applicants who do not match the requirements of the job position, the result can be terrible. Terrible എന്ന് വെച്ചാൽ എന്താ? ഭയാനകരമായിരിക്കുന്ന വലിയ ഒരു എന്താ ഭയങ്കര മിസ്റ്റേക്ക് വരൂലേ? Okay, if the recruitment program brings applicants
who do not match the requirement of the vacant job position. ആ വേക്കന്റ് ആയിട്ടുള്ള ജോബ് പൊസിഷനിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മാച്ച് അല്ലാത്ത ആപ്ലിക്കൻസ് അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യേണ്ടി വന്നാൽ എന്ത് പറ്റും? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ടെറിബിൾ, ഭയാനകരമായിരിക്കും, അതിഭയങ്കരമായിരിക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? എന്ത് പറ്റും? എന്ത് പറ്റും? എന്ത് പറ്റും? റിസൾട്ട് ഇതല്ലേ, അതായത് നമുക്കൊരു എന്താ മാച്ച് അല്ലാത്ത കാൻഡിഡേറ്റ്സ് വരെയാണ്. ആ കറക്റ്റ് ജോബ് പൊസിഷനിൽ മാച്ച് അല്ലാത്ത കാൻഡിഡേറ്റ്സ് വരെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ റിസൾട്ട്, ആ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ, ആ ഒരു പ്രോസസ്സിന്റെ റിസൾട്ട് ഭയാനകരമായിരിക്കൂലേ? നമ്മൾ ഇത്രയും ഇതൊക്കെ നടത്തി വരുമ്പോൾ അതിനൊട്ടും സ്യൂട്ട് അല്ലാത്ത കാൻഡിഡേറ്റ്സ് വരുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ബ്രിങ്സ് കൊണ്ടുവരികയാണ് ആപ്ലിക്കൻസിന് എങ്ങനെയുള്ളത്? ഡു നോട്ട് മാച്ച് ദ റിക്വയർമെന്റ്സ്. അവിടെ വേക്കന്റ് ജോബിലേക്ക് മാച്ച് അല്ലാത്ത കാൻഡിഡേറ്റ്സ് അങ്ങനെ വരുവാണെങ്കിൽ അവിടെ റിസൾട്ട് ഭയാനകരമായിരിക്കും. ദ എക്സ്പെൻസ് ഡൺ ഓൺ ഇവാലുവേറ്റിംഗ് ദ ഇൻഅപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് ക്യാൻ ഗോ ഇൻ വെയിൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാഴാകും. കണ്ടോ? ഇതിന് അനുയോജ്യമല്ലാത്ത കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന ആ എന്ത് പറ്റും? അവരെ വിലയിരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ചെലവുകള് എന്താവും? പാഴാകൂലേ? എക്സ്പെൻസ് പാഴാവൂലേ? ഒന്ന് നോക്കിയാ സെന്റൻസ്. The expense done on evaluating the inappropriate candidate. The expense done on evaluating the inappropriate candidate can go in vain. എന്ന് പറഞ്ഞാൽ പാഴാകും. അപ്പൊ അങ്ങനെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ്, ആ ചെലവ് എന്താകും? പാഴായി പോകൂലേ? പാഴാകോ? ചെലവ് വരൂലേ? ടൈമർ, സ്റ്റാഫ്, മെറ്റീരിയൽ, ഫിസിക്കൽ ഫെസിലിറ്റി ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ എന്ത് പറ്റും? അവിടെ എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടി അവരെ അസസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആ ഒരു എക്സ്പെൻസ് നമുക്ക് പാഴാകും. അതൊന്ന് നോക്കി വെച്ചോട്ടോ. അടുത്ത നോക്കിയേ. Moreover, the extra time required for determining human resource recruitment and selection increase the organizational expense as well. കണ്ടോ? അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ എന്താണ്? ഓർഗനൈസേഷന്റെയും ഇൻഡിവിജ്വലിന്റെയും ഒക്കെ എന്ത് ചെയ്യുന്നു? ആ എക്സ്പെൻസ് കൂടൂലേ? കണ്ടോ? അതിനുപരിയായിട്ട് എക്സ്ട്രാ ടൈം വേണ്ടി വരും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി. അപ്പൊ ഉള്ള കാൻഡിഡേറ്റ്സിന് ആരെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. വീണ്ടും റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, വീണ്ടും ആ ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം ഒക്കെ വരും. അപ്പോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷന്റെ ചിലവ് കൂടും, ഓർഗനൈസേഷണൽ എക്സ്പെൻസ് കൂടും. ഇൻക്രീസ് ദ ഓർഗനൈസേഷൻ എക്സ്പെൻസ്. സെലക്ഷൻ ഇൻക്രീസസ് ദ ഓർഗനൈസേഷൻ എക്സ്പെൻസ് ആക്കുകയാണ്. കണ്ടോ? അതുപോലെ ആ ഓർഗനൈസേഷന്റെ എക്സ്പെൻസും അവിടെ അതിന്റെ ചിലവും കൂടും, വീണ്ടും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ. അപ്പൊ അതിന് എന്താ നമ്മൾ പറഞ്ഞത്? ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എബിലിറ്റി ഇല്ലാത്ത ഈ അപേക്ഷകര് അവരുടെ ശതമാനം നമ്മൾ കൂടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്കത് വലിയൊരു ഇതാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ആ ഇങ്ങനെ ലെസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ പെർസെന്റേജ് കുറയുക. കണ്ടോ? ഒന്നാമത്തെ സെന്റൻസ് നോക്കി. ബൈ ലോവറിംഗ് എന്നാ പറഞ്ഞേക്കണേ. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ, അങ്ങനെയുള്ള ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ് കുറയുമ്പോൾ സെലക്ഷൻ പ്രോസസ് എന്ത് ചെയ്യും? വിജയമായിരിക്കും. മനസ്സിലായോ? സെലക്ഷൻ പ്രോസസ് അവിടെ വിജയമായിരിക്കും.
കണ്ടോ? അപ്പൊ നമുക്കറിയാം സ്റ്റാഫ്, ടൈം, മെറ്റീരിയൽ, ഫിസിക്കൽ ഫെസിലിറ്റി ഒക്കെ ഈ സെലക്ഷൻ പ്രോസസ്സിന് വേണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. എന്തൊക്കെ വേണം എന്ന് ചോദിക്കും സെലക്ഷന്. സ്റ്റാഫ് ടൈം, മെറ്റീരിയൽ, ഫിസിക്കൽ ഫെസിലിറ്റി ആർ നീഡഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് പ്രോസസ്സിംഗ്. അതായത് സെലക്ഷൻ പ്രോസസ്സിന് വേണം. If the recruitment program brings applicant, അപ്പൊ അതായത് റിക്വയർമെന്റ് ആ ജോബ് വേക്കൻസിയിലേക്ക് ആവശ്യമായിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ കൊണ്ടുവരാനായിട്ട് പറ്റിയില്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഭയാനകരമായിരിക്കും. കണ്ടോ? അപ്പൊ എക്സ്പെൻസ് കൂടും. അതായത് നമുക്ക് എക്സ്ട്രാ ടൈമും കോസ്റ്റ് ഒക്കെ വരും വീണ്ടും റിക്രൂട്ട്മെന്റ് നടത്തുന്നതില്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷന്റെ എക്സ്പെൻസ് കൂടും. വീണ്ടും നമുക്ക് ആ സെലക്ഷനും റിക്രൂട്ട്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രോസസ്സിനൊക്കെ വീണ്ടും ആ ടൈമും വേണം, കാശൊക്കെ വരുമ്പോ ഓർഗനൈസേഷന്റെ എക്സ്പെൻസ് കൂടും. ക്ലിയർ ആയോ? അത് എല്ലാരും ഒക്കെ ഏകദേശം ഒരേപോലെയൊക്കെ ആയിട്ട് പറഞ്ഞേക്കണേ. അടുത്ത് നോക്കിയാൽ മീറ്റ് ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമയാണ്. കടമ അണ്ടർലൈൻ ചെയ്തോട്ടോ, എഴുതി വെച്ചവിടെ. ഒബ്ലിഗേഷൻസ് കടമ. മീറ്റ് ഓർഗനൈസേഷൻസ് ഒബ്ലിഗേഷൻസ്. ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ കടമകള് പാലിക്കുന്നു, നിറവേറ്റുന്നു. ദ ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ് അണ്ടർലൈൻ ചെയ്ത ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ടു മീറ്റ് ദ ഓർഗനൈസേഷൻ ലീഗൽ ആൻഡ് സോഷ്യൽ ഒബ്ലിഗേഷൻ. എന്താണ് റിക്രൂട്ട്മെന്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? അതായത് ആ സ്ഥാപനത്തിന്റെ ലീഗലായിട്ടുള്ള, നിയമപരമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള കടമകള് കണ്ടോ, അതിന് എന്തുമായിട്ട് കൺസിഡർ ചെയ്യണം? ദ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ ഓഫ് ഇറ്റ്സ് വർക്കേഴ്സ്. ആ വർക്കേഴ്സിന്റെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ, അതായത് ജനസംഖ്യ ഘടനയുമായി ബന്ധപ്പെട്ടത് അങ്ങനെ ആയിരിക്കണം. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമ്മളിപ്പോ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുമ്പോൾ അതിന്റെ അടുത്തില്ലേ ആ ഓർഗനൈസേഷന്റെ അടുത്ത് അവിടെ ജനസംഖ്യ, അതായത് അതിന് ആപ്റ്റായിട്ടുള്ള ആ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ വേണം. എന്നാലല്ലേ അതിന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? പറഞ്ഞേക്കുന്നത് എംപ്ലോയീസിന്റെ ആ ജനസംഖ്യാ ഘടനയുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന്റെ നിയമപരവും സാമൂഹ്യപരമായിട്ടുള്ള കടമകള് നിറവേറ്റുക എന്നതാണ് റിക്രൂട്ട്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. ലീഗൽ ആൻഡ് സോഷ്യൽ ഒബ്ലിഗേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്? ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ. അതായത് ഒരു നടത്തുമ്പോൾ ആ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ? അതായത് മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ റിസീവ് ചെയ്യുക, അതാണ് നമ്മൾ പറഞ്ഞത് റിക്രൂട്ട്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഡെമോഗ്രാഫിക് കോമ്പോസിഷനെ കൺസേൺ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആൻഡ് സോഷ്യൽ ഒബ്ലിഗേഷൻസ്, നിയമപരവും സാമൂഹികമായ കടമകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ നോക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. An organization complies with the various laws and directives has frequently been judged by the demographic features of those recruited and selected. കണ്ടോ? എന്ത് പാലിക്കുന്നു? പല laws and directives, അല്ലെ? അല്ലാതെ ഇഷ്ടമുള്ള രീതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്ഥാപനത്തിന്റെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാകും, അല്ലെ? അപ്പൊ അത് എന്തുമായിട്ടാണ് ജഡ്ജ് ചെയ്യേണ്ടത്? അവിടത്തെ ആ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ജനസംഖ്യ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജഡ്ജ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിക്രൂട്ട് ചെയ്തതും സെലക്ട് ചെയ്തതും വിവിധ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവർ പാലിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും വിലയിരുത്തുന്നത് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ തന്നെയാണ്. കണ്ടോ? റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുകയും ആ സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നവരുടെ ജനസംഖ്യ പരമായിട്ടുള്ള സവിശേഷതകളെ അടിസ്ഥാനമാക്കിയാണ്. ഇത്രയുള്ള അതിൽ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സ്ഥാപനം തുടങ്ങി, അപ്പൊ അത് നമ്മൾ അതിന്റെ റിക്രൂട്ട്മെന്റിന് എന്ത് നോക്കണം? നമ്മൾ അവിടുത്തെ ജനസംഖ്യാ ഘടന അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ നോക്കണം. മനസ്സിലായോ? അത് ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഏരിയയിൽ ആ ജോലി ചെയ്യാൻ വർക്കേഴ്സ് ഉണ്ടോ? അത് വേണ്ടേ? ആ ജോലി ചെയ്യാൻ വർക്കേഴ്സ് റെഡിയാണോ? ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് റിക്രൂട്ട്മെന്റിന് നമ്മൾ ആ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്.
The demographic features of selected candidates are directly proportional to the features of the applicant pool. ഒന്ന് underline ചെയ്തിട്ടത്. The demographic features of selected candidates. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ സവിശേഷതകളില്ലേ, demographic features എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം? To the features of the applicant pool. Applicant pool directly proportional ആയിരിക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഒരു 1000 പേരില്ലേ, 1000 പേരിൽ നിന്ന് നമുക്ക് എത്രയാ 100 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതായത് അവിടെയുള്ള ആപ്ലിക്കൻസിന്റെ നമ്മൾ എന്താ പറയാ ആ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അതിനനുസരിച്ചായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി if the recruitment program fails to provide a curve pool of applicants. curve pool എന്ന് പറഞ്ഞാൽ ഈ curve എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന, അതായത് ആ ഒരു കമ്പനി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ then it is quite apparent that the selection program will not be able to fulfill ചെയ്യാൻ പറ്റൂല. ആ സെലക്ഷൻ പ്രോസസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റൂല. അതായത് ആ കമ്പനി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലെങ്കിൽ സെലക്ഷൻ പ്രോഗ്രാം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? The required set of skilled personnel. അതായത് അതിന് റിക്വയർഡ് ആയിട്ടുള്ള ആ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ആപ്ലിക്കൻസ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ ആ കമ്പനി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉള്ള ആപ്ലിക്കൻസ് അത് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് സെലക്ഷൻ പ്രോഗ്രാംസ് എന്ത് ചെയ്യാൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അതാണ് സെലക്ഷൻ നടത്തുമ്പോൾ നല്ല രീതിയിൽ പ്രൊപ്പോർഷണൽ ആയിട്ടില്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ആവശ്യകത നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ നിറവേറ്റാൻ കഴിയില്ല. ഇതാണ് കറക്റ്റ് ആയിട്ട് സെലക്ഷൻ പ്രോഗ്രാം നമുക്കത് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. എന്തില്ലെങ്കിൽ അവര് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കൻസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉള്ള ആപ്ലിക്കൻസ് ഇല്ലെങ്കിൽ സെലക്ഷൻ പ്രോഗ്രാം എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? നല്ല രീതിയിൽ അവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? സെലക്ഷൻ പ്രോഗ്രാം ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ? ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ലാസ്റ്റ് സെന്റൻസ്, ഇഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ഫെയിൽ ആവും അല്ലെ, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കൻസിനെ പ്രൊവൈഡ് ചെയ്യില്ലേ, അല്ലെങ്കിൽ ആപ്ലിക്കൻസ് ഇല്ലെങ്കിൽ ആ സെലക്ഷൻ പ്രോഗ്രാം എന്താ ഫുൾഫിൽ ആ സെറ്റ് ഓഫ് സ്കിൽഡ് പേഴ്സൺ അല്ലെ, അങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ ആ സെലക്ഷൻ പ്രോഗ്രാംസ് ഫുൾഫിൽ ചെയ്യാൻ നിറവേറ്റാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങൾ മനസ്സിലാക്കി പോണില്ലേ? പിന്നെ അണ്ടർലൈൻ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് അണ്ടർലൈൻ കൂടി ചെയ്തിടാം കേട്ടോ. ഇതെല്ലാം ഇത് തന്നെയാ പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കി അഞ്ചാമത്തെ എന്താ, ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ ഫലപ്രാപ്തി ഇൻക്രീസ് ചെയ്യുന്നു. The present as well as future effectiveness of the individual and the organization get increased due to recruitment. അണ്ടർലൈൻ ചെയ്തോ? റിക്രൂട്ട്മെന്റിലൂടെ റിക്രൂട്ട്മെന്റിലൂടെ ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാപനത്തിന്റെയും ഇൻഡിവിജ്വലിന്റെയും ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള ഫലപ്രാപ്തി, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ രണ്ടുണ്ട് കേട്ടോ. The present as well as the future effectiveness എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യും. ഏതിലൂടെ? Due to recruitment. റിക്രൂട്ട്മെന്റിലൂടെ എഫക്റ്റീവ്നെസ് വർദ്ധിക്കുന്നു. ആരുടെയൊക്കെ? ഇൻഡിവിജ്വലിന്റെ ഓർഗനൈസേഷന്റെയും എഫക്റ്റീവ്നെസ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുന്നു ഡ്യൂ ടു റിക്രൂട്ട്മെന്റ്. അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. The present as well as the future effectiveness of the individual and the organization get increased due to dash. ഏതിലൂടെ? Increased due to ഏതിലൂടെയാണ്? Recruitment. It also assesses the effectiveness of variety of recruiting method. അതുകൂടാതെ പലതരത്തിലുള്ള റിക്രൂട്ടിംഗ് മെത്തേഡ് ഇല്ലേ, അതിന്റെ ഫലപ്രാപ്തി and the source of all type of job applicants. ആ ജോബ് ആപ്ലിക്കൻസിന്റെ പല സോഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, പല സോഴ്സുകൾ എക്സ്റ്റേണൽ ഇന്റേണൽ സോഴ്സ് ഒക്കെ പറഞ്ഞില്ലേ, അതും എന്ത് ചെയ്യുന്നു, അതിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നു. ഓക്കെ, രണ്ട് കാര്യങ്ങളെ പറഞ്ഞ ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ് എഫക്റ്റീവ്നെസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ഇൻക്രീസ്ഡ് ഡ്യൂ ടു റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിലൂടെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അത് കൂടാതെ എന്താണ്,
എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ടിംഗ് മെത്തേഡിന്റെയും ആ സോഴ്സ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ജോബ് ആപ്ലിക്കൻസിന്റെ ആ സോഴ്സ് റിക്രൂട്ടിംഗ് മെത്തേഡ് അതിന്റെ ഫലപ്രാപ്തി അസസ് ചെയ്യുന്നു, വിലയിരുത്താനും പറ്റുന്നു. ഇനി ലാസ്റ്റത്തെയാണ് റെഡ്യൂസ് ടേൺ ഓവർ. ടേൺ ഓവർ റേറ്റ് കുറയുന്നു. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? TURNOVER, ടേൺ ഓവർ. റെഡ്യൂസസ് ടേൺ ഓവർ. എന്താ റെഡ്യൂസസ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ? ടേൺ ഓവർ എന്താ? ടേൺ ഓവർ എന്താ? പൊഴിഞ്ഞു പോകുന്നത്. ജോലിയിൽ നിന്നൊക്കെ നമ്മൾ രാജിവെച്ചൊക്കെ പോകൂലേ? ജോലിയിൽ നിന്നൊക്കെ പോകൂലേ? നമ്മൾ ഫുള്ള് തീർക്കാതെയൊക്കെ ഇടയ്ക്കൊക്കെ വെച്ച് പോകൂലേ? അതാണ് രാജിവെച്ച് പോകുന്നു അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നു. അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതെന്താ നോക്കിയേ? Once the recruited and selected, ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ റിക്രൂട്ട് ചെയ്തു, സെലക്ട് ചെയ്തു. The recruitment process minimize the chances that a job applicant will quit ചെയ്യാൻ ഉപേക്ഷിക്കുക, അല്ലെ? The organization in the initial phase of placement. നമുക്കിപ്പോ ഒരു പ്ലേസ്മെന്റ് കിട്ടി, അതിന്റെ ആദ്യത്തെ ഘട്ടത്തില് എന്താണ് നമുക്കപ്പോ അതായത് നമ്മൾ റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്തു, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ത് കുറയ്ക്കുന്നു? അപ്പൊ അവര് ആ പ്ലേസ്മെന്റിന്റെ ആദ്യ ഘട്ടത്തിൽ ആ ജോലിയിൽ നിന്ന് ക്വിറ്റ് ആവുന്നത്, അവര് പോകുന്നത്, ജോബ് ആപ്ലിക്കൻസ് പോകുന്നതിനുള്ള ചാൻസ് കുറയ്ക്കുന്നു. ഏത് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് ഒരു പ്രാവശ്യം നമ്മളെ റിക്രൂട്ട് ചെയ്തു അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിയമന പ്രക്രിയയോടെ നമ്മൾ സെലക്ട് ചെയ്താൽ, അതായത് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സ് ഇങ്ങനെ ആ ഇനിഷ്യൽ ആ പ്ലേസ്മെന്റിന്റെ ആദ്യ ഘട്ടത്തിൽ നിന്നൊക്കെ ആ സ്ഥാപനത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് എന്ത് ചെയ്യുന്നു? മിനിമൈസ് ചെയ്യുന്നു. ഏതിലൂടെ? റിക്രൂട്ട്മെന്റ് പ്രോസസ്. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞേ? ദിസ് ഈസ് in turn result of retention of potential employees. അപ്പൊ അതെന്ത് ചെയ്യുന്നു? ഇത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞേ? നല്ല യോഗ്യതയുള്ള, അല്ലെ? യോഗ്യതയുള്ള എംപ്ലോയീസിനെ നിലനിർത്താനായിട്ട് അതിന്റെ ഫലമാണ്, അല്ലെ? This is turn result in retention of potential employees. ഇത് പൊട്ടൻഷ്യൽ എംപ്ലോയീസിനെ നിലനിർത്തുന്നതിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ തിരിക്കുന്നു. അപ്പൊ അവരെ പൊഴിഞ്ഞു പോകുന്നതും അതിന് പിരിഞ്ഞു പോകുന്നതും കുറയ്ക്കാനും പറ്റും. അപ്പൊ അത്രയാണ് റിക്രൂട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. പ്രസന്റ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് ഡിറ്റർമിൻ ചെയ്യാൻ, പിന്നെ ഒരു വലിയൊരു ആപ്ലിക്കൻസിന്റെ പൂള്, അല്ലെ? ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കാൻ റിക്രൂട്ട്മെന്റ് സഹായിക്കും. റിക്രൂട്ട്മെന്റ് പ്രാധാന്യമാണ്. പിന്നെ ഈ സെലക്ഷന്റെ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാം, അല്ലെ? അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ടൂൾസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതിനാണ് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ്? ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷന്റെ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. പിന്നെ അടുത്തത് മീറ്റ് ദ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻസ്. ഓർഗനൈസേഷന്റെ കടമകൾ പാലിക്കാൻ, അല്ലെ? അതെന്താണ് അവിടെ പറഞ്ഞത്? ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, അല്ലെ? Obligation concerning the demographic composition. അതായത് നമ്മളൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ ആ ജനസംഖ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കണ്ടോ? അങ്ങനെയാ. അതെങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. The demographic features of selected candidates എങ്ങനെയായിരിക്കണം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇതിന്റെ ഫീച്ചേഴ്സ് ഓഫ് ദ ആപ്ലിക്കന്റ് പൂളിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതായത് എത്ര പേരുകൾ അവിടെ നമ്മൾ ആ മൊത്തം ആപ്ലിക്കൻസ് പൂളിന്റെ ഫീച്ചേഴ്സ് നോക്കുക, അത് ഇതുമായിട്ട് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ ആ ഫീച്ചേഴ്സുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത എന്താ? ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ്. ഫലപ്രാപ്തി വർദ്ധിക്കുന്നു. ഇവാലുവേഷൻ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്രൂട്ടിംഗ് മെത്തേഡിന്റെ, ജോബ് ആപ്ലിക്കൻസ് സോഴ്സ്, അല്ലെ? അതിന്റെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനും അതിന്റെയൊക്കെ ഫലപ്രാപ്തി, ഇൻഡിവിജ്വലിന്റെ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ് വർദ്ധിക്കുന്നു. പിന്നെ റെഡ്യൂസ് ടേൺ ഓവർ. അപ്പൊ എന്താ? നമ്മള് ഈ ടേൺ ഓവർ റേറ്റ് കുറയാനായിട്ട് റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യത്തിലാണ് പറയുന്നത്. ടേൺ ഓവർ റേറ്റ് കുറയുന്നു. അതായത് ഒരു പ്രാവശ്യം നമ്മൾ റിക്രൂട്ട് ചെയ്യൂല, അവര് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്തിനു സഹായിക്കുന്നു? എന്താണ് എന്തിനു സഹായിക്കുന്നത്? ആപ്ലിക്കൻസ് ആ ജോലിയിലെ ഇനിഷ്യൽ
പ്ലേസ് ഓഫ് പ്ലേസ്മെന്റ് അല്ലെ, പ്ലേസ് ഓഫ് പ്ലേസ്മെന്റിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ജോലിയിൽ തിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ അവർ മാറുന്നതിനുള്ള ആയുസ് കുറയ്ക്കുന്നു. അത്രയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു 2 സെന്റൻസ് കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. നമുക്ക് 1 മിനിറ്റ് പോലും ഇവിടെ കളയാനില്ല. ഇതാണ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറെ ആളുകള് അതിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് സെലക്ട് ചെയ്തു, അതല്ലേ സെലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അതല്ലേ സെലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് സെലക്ഷൻ? refers to the process in which individuals are selected from a list of job applicants. ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു 1000 പേർക്കുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാവും. ജോബ് ആപ്ലിക്കൻസിന്റെ 1000 പേരിലുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുന്നു. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. അതെന്തിനാ? പ്രോസസിംഗ് ദ റിക്വയർഡ് നോളജ് ആൻഡ് സ്കിൽ ഫോർ ദ ജോബ് ടു ദ പെർഫോംഡ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ നിർവഹിക്കേണ്ട ജോലി അല്ലെ, എന്ത് ജോലിയാണ് നമുക്ക് ഒരു മാനേജർ എന്നുള്ള ജോലിയാണ്. ആ ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അതായത് ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ നിർവഹിക്കേണ്ട ജോലിക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ വേണം? സ്കിൽസും നോളജും. സ്കില്ല് വേണം, അതിനുള്ള അറിവും വേണം, നോളജും കഴിവുകളും വേണം അല്ലെ. അങ്ങനെയുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് ജോബ് ആപ്ലിക്കൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാണ്. അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് കിട്ടിയോ? ഫസ്റ്റ് സെന്റൻസ് കിട്ടിയോ? സെലക്ഷനിലെ എന്താ അവിടെ ചെയ്യുന്നേ? ഒരു ലിസ്റ്റ് ഓഫ് ജോബ് ആപ്ലിക്കൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ ആ കമ്പനിയിലേക്ക് വേണ്ട ആ ആവശ്യമായിട്ടുള്ള നോളജും സ്കിൽസും ഉള്ള ആ പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് നോളജും സ്കിൽസും ഉള്ള ആപ്ലിക്കൻസിന്റെ ആ ലിസ്റ്റ് ഓഫ് ജോബ് ആപ്ലിക്കൻസിന്റെ ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്തെടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ is the process which includes various phases such as reviewing the applicant in order to check whether they are suitable for the job or not. അതല്ലേ പറയുന്നേ? സെലക്ഷനില് പല ഫേസ് ഉണ്ട്. എന്താ അവലോകനം ചെയ്യുന്ന? റിവ്യൂവിങ് ദ ആപ്ലിക്കന്റ് ഇൻ ഓർഡർ ടു ചെക്ക് വെദർ ദേ ആർ സ്യൂട്ടബിൾ. അവര് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നല്ലേ നോക്കണേ സെലക്ഷനില് അല്ലേ. ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ജോലിയിലേക്ക് അവർ സ്യൂട്ട് ആണോ അല്ലയോ, സ്യൂട്ടബിൾ ആണോ, വെദർ ദേ ആർ സ്യൂട്ടബിൾ ഫോർ ദ ജോബ് ഓർ നോട്ട്, അതാണ് നോക്കുന്നത്. സെലക്ഷൻ ദ റൈറ്റ് വൺ ഫ്രം ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ് ആൻഡ് റിജക്റ്റിംഗ് ദ റെസ്റ്റ്. കണ്ടോ, റൈറ്റ് ശരിയായ ആളുകളെ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസിൽ സെലക്ട് ചെയ്യുന്നു. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യൂലേ? റിജക്ട് ചെയ്യോ? റിജക്ട് ചെയ്യൂലേ? ബാക്കിയുള്ളവരെ ഇപ്പൊ 10 പേരുണ്ട്, അതിൽ 2 പേരെ മതിയെങ്കിൽ 2 പേരെ എടുത്ത് ബാക്കി 8 പേരെ അവര് റിജക്ട് ചെയ്യും. അതുകൊണ്ട് സെലക്ഷൻ ക്യാൻ ബി റിഗാർഡഡ് ആസ് എ നെഗറ്റീവ് പ്രോസസ്. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അവർ ഒരു കുഞ്ഞു സെന്റൻസ് കൂടി ഒപ്പം നിർത്താം കേട്ടോ. നോക്കിയേ, therefore സെലക്ഷൻ എന്ന് പറഞ്ഞ എന്താണ്? നെഗറ്റീവ് പ്രോസസ് ആണ്. എന്താ നെഗറ്റീവ് ആണെന്ന് പറയാം? കുറെ പേരെ കളയല്ല അവര് അല്ലേ. ഇപ്പൊ ഒരു 100 ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ 10 പേരെ എടുത്തിട്ട് ബാക്കി 90 പേരെ കളയാണ്. അതുകൊണ്ട് ഇത് എന്താണ്? സെലക്ഷൻ എന്ന് പറഞ്ഞ എന്താണ്? നെഗറ്റീവ് പ്രോസസ് ആണ്. സെലക്ഷൻ ക്യാൻ ബി റിഗാർഡഡ് ആസ് എ നെഗറ്റീവ് പ്രോസസ്. കിട്ടിയോ? അണ്ടർലൈൻ ചെയ്തോ? In its application, as in main aim is to reject any unsuitable individual. Main aim എന്താണ്? മെയിൻ എയിം എന്താണ്? അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ റിജക്ട് ചെയ്യാന്നുള്ള എയിം അല്ലെ? as possible then so as to get the right and appropriate candidate for the job. അങ്ങനെ വരുമ്പോൾ ശരിയായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷനിലേക്ക് ആ ജോലിക്ക് വേണ്ടി അവർ ഫിറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പൊ 100 പേരുണ്ട്, അതിൽ 20 പേര് മാത്രം ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്തിട്ട് ബാക്കി 80 പേരെയും അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ അവര് റിജക്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് വായിച്ചു വെക്കാം. നെഗറ്റീവ് പ്രോസസ് ആണെന്നുള്ളത് നോക്കാം. സെലക്ഷൻ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, താങ്ക് യു. 2 മിനിറ്റ് കൂടി എക്സ്ട്രാ ഇരുന്നേന് കേട്ടോ. അപ്പൊ അത്രയും അങ്ങോട്ട് തീരുമല്ലോ എന്ന് വിചാരിച്ച. ഇനി കുറച്ച് ഡെഫിനിഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയും കാര്യങ്ങള് സെലക്ഷന്റെ ഈ ഒരു പാരഗ്രാഫ് വരെ ഒന്ന് വായിച്ചു വെച്ചോളാം കേട്ടോ. ഓക്കെ, താങ്ക് യു.